നമസ്കാരം. നമ്മളൊക്കെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ പല കാരണങ്ങളാൽ പലർക്കും അത് നടക്കാറില്ല. അത് എന്തുകൊണ്ടാണ് നടക്കാറില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ചിലർക്ക് പൈസ ഉണ്ടാവില്ല, ചിലർക്ക് സമയം ഉണ്ടാവില്ല, അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പലർക്കും ബിസിനസ് എന്ന കാര്യം നടക്കാത്തത്. പക്ഷേ ഒരു പ്രാവശ്യം ഇതിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി അതിന് കണക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്ക് ഒരു പ്രോബ്ലമായി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഉറപ്പായും വിജയം നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പൈസയൊന്നും ചെലവാക്കാതെ നടത്താൻ പറ്റുന്ന 12 ബിസിനസ് ആശയങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 12 ബിസിനസ്സുകളും കേട്ടു നോക്കുക. എന്നിട്ട് തീരുമാനിക്കുക ഏത് ബിസിനസ്സാണ് നിങ്ങൾക്ക് യോജിക്കുക എന്ന്. അതിനുശേഷം തീരുമാനിക്കുക. ഞാനിത് ആരെയും നിർബന്ധിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് മുഴുവനും കേട്ടു നോക്കുക. എന്നിട്ട് തീരുമാനിക്കുക ഏത് ബിസിനസ് നമ്മൾ തുടങ്ങണമെന്ന്. ചില ബിസിനസ്സുകൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രൈക്ക് ആവും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നില്ല. എന്നാലും ഇതിനെപ്പറ്റി അറിയുമ്പോഴും ഇതിലെ ചില പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഒരു ആത്മവിശ്വാസം വരും, ഈ ബിസിനസ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നത്. അപ്പോൾ ഈ 12 കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക. ഓക്കെ, ഇതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യമാണ്. ബിരിയാണി നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എന്നിങ്ങനെ പല ബിരിയാണികൾ കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമ്മൾ ഒരു ബിരിയാണിയുടെ യൂണിറ്റ് ആരംഭിക്കാം. ബിരിയാണിയിൽ തന്നെ നമുക്കിപ്പോൾ നിറയെ വെറൈറ്റികൾ ചെയ്യാൻ പറ്റും. ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ നിറയെ വെറൈറ്റി ഫിഷുകൾ വെച്ച് നമുക്ക് ബിരിയാണി ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ഇങ്ങനെ പലതരത്തിലുള്ള ബിരിയാണികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമൊന്നും വലിയ ഓർഡർ നമുക്ക് കിട്ടുകയില്ലെങ്കിലും പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളോടും റിലേഷനോടും അയൽപ്പക്കക്കാരോടൊക്കെ പറഞ്ഞ് ചെറിയ ഓർഡറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ഇത് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് വാങ്ങാനും ആളുകളുണ്ടാവും. നമുക്കിതൊരു 2 വീലർ വെച്ച് ആവശ്യക്കാർക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അറിഞ്ഞാൽ നല്ല കാറ്ററിംഗ്കാരും പാർട്ടി ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ആദ്യം ഒന്നും വലിയ ഓർഡറുകൾ വന്നില്ലെങ്കിലും പിന്നെ നിറയെ ഓർഡറുകൾ വരാൻ തുടങ്ങും. കുക്കിംഗ് നന്നായി അറിയാവുന്നവർ ഇതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുക. ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് പലഹാരങ്ങളുടെ വിൽപ്പനയാണ്. പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പലഹാരങ്ങളുണ്ട്. ഉണ്ണിയപ്പമുണ്ട്, നെയ്യപ്പമുണ്ട്, അച്ചപ്പമുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ കള്ളപ്പം, ചപ്പാത്തി. ഇതിൽ ഏതൊക്കെ പലഹാരങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നല്ല ഓർഡറുകൾ എടുക്കാൻ പറ്റും. മാർക്കറ്റിൽ ഇതിന് നിറയെ കോമ്പറ്റേറ്റർ ഉണ്ടാവും, എന്നാലും കുറച്ച് എക്സ്ട്രാ മാർജിൻ കൊടുത്ത് നിങ്ങൾക്ക് ഹോട്ടലുകളിൽ നിന്നും അതേമാതിരി കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും. ഇതും വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. ഈ 2 കാര്യങ്ങളും കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യമാണ് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വെബ്സൈറ്റ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ. നമുക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാനോ അല്ല കഥ എഴുതാനോ അല്ലെങ്കിൽ വ്ളോഗ് ഉണ്ടാക്കാനോ കഴിയുമെങ്കിൽ അത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂടും തോറും നമുക്ക് വരുമാനവും കൂടും. നമ്മളുടെ ചാനൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ നമുക്കും കൂടുതൽ വരുമാനം ഉണ്ടാകാൻ തുടങ്ങും. നല്ലൊരു വരുമാന സ്രോതസ്സാണ് യൂട്യൂബ് ചാനൽ. നാലാമത്തെ കാര്യം പൂക്കളുടെ വിൽപ്പനയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പൂക്കൾക്ക് നല്ല ഡിമാൻഡുള്ള മാർക്കറ്റാണ്. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല,
കേരളത്തിൽ നിന്നും പുറത്തു നിന്നും പൂക്കൾ വാങ്ങിക്കൊണ്ടുപോകാൻ ആളുകൾ വരാറുണ്ട്. ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ്സ്, ആന്തോറിയം പോലുള്ള പൂക്കൾ. ഇപ്പോൾ ഓർക്കിഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ പല പല വെറൈറ്റിയിലുണ്ട്. അതേമാതിരി ആന്തോറിയം നിറയെ കളറിലും വ്യത്യാസത്തിലും ഉണ്ട്. ഇതൊക്കെ വളരെ ഡിമാൻഡുള്ള പൂക്കളാണ്. അതേമാതിരി നമ്മുടെ നാട്ടിലുള്ള ചില ഡിമാൻഡുള്ള പൂക്കളുണ്ട്. താമരയുണ്ട്, ആമ്പലുണ്ട്. ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വളരെ ഡിമാൻഡുള്ള ഒരു പൂക്കളാണ്. ഈ പൂക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് സെയിൽ ചെയ്യാനും നല്ല വരുമാനം ഉണ്ടാക്കാനും നമുക്ക് കഴിയും. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നഴ്സറി, അതായത് ചെറിയ ചെടികളുടെ വിൽപ്പന. ഇപ്പോൾ നമ്മൾ പൂക്കളെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പൂക്കളുടെ കൂടെയോ അല്ലാതെയോ ഈ ചെടികളും നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്ഥലം റോഡിൻ്റെ അരികിലൊക്കെ ആണെങ്കിൽ ഈ ചെടികൾ വെച്ച് നമ്മളുടെ സെയിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം. നല്ല നല്ല പൂക്കളുടെ ചെടികൾ, അതുപോലെ നല്ല പഴങ്ങളുടെ ചെടികൾ, പിന്നെ ഇതിനാവശ്യമുള്ള വളങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ സെറ്റപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങാൻ ആളുകളുണ്ടാവും. ഇതും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ ഇതും ശ്രമിച്ചു നോക്കുക. ആറാമത്തെ കാര്യമാണ് അലങ്കാര മത്സ്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും അലങ്കാര മത്സ്യങ്ങൾ വെക്കാറുണ്ട്. ഈ അലങ്കാര മത്സ്യങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യമായി ഉപയോഗിക്കാം. നമ്മൾ നല്ല മത്സ്യങ്ങളെ കൊണ്ടുവന്നും അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചും അത് നന്നായി പരിപാലിച്ചും നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും. ഈ മീൻ വാങ്ങാൻ വരുന്നവർക്ക് തന്നെ ഇതിനാവശ്യമുള്ള ഫിഷ് ഫുഡും പിന്നെ ഇതിനുള്ള ചെറിയ ചെറിയ ടാങ്കുകളും ഇതിനോടൊപ്പം നമുക്ക് വിൽക്കാൻ കഴിയും. അതിൽ നിന്നും നമുക്കൊരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഏഴാമത്തേതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഏജൻസി വർക്കാണ്. ഈ ഏജൻസി വർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ബ്രോക്കർ വർക്കും ഇതിൽ പെടും. ഇപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥലത്തിൻ്റെ ബ്രോക്കർ ആവാം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ബ്രോക്കർ ആവാം, ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ ബ്രോക്കർ ആവാം. ഇങ്ങനെ പല കാര്യങ്ങൾക്കും ആളുകളെ ആവശ്യമുണ്ട്. ഇതിൽ നമ്മളൊരു മീഡിയേറ്ററായി നിന്നാൽ മാത്രം മതി. കൊടുക്കുന്ന ആളെയും വാങ്ങുന്ന ആളെയും കണക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളിൽ നിന്നും നമുക്കൊരു കമ്മീഷൻ കിട്ടും. അതേപോലെ തന്നെ വാങ്ങുന്ന ആളിൽ നിന്നും നമുക്ക് കമ്മീഷൻ കിട്ടും. ഇതാണ് നമ്മുടെ പരിപാടി. ഇതിന് മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നിറയെ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഏജൻസി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പല പല പോളിസികളും ഇൻഷുറൻസുകളും ഒക്കെ ലഭ്യമാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു നിശ്ചിത തുക നമുക്ക് കമ്മീഷനായി கிடைക്കാൻ സാധ്യതയുണ്ട്. ഇനി എട്ടാമത്തെ കാര്യമാണ് കോഴി അല്ലെങ്കിൽ കാട വളർത്തുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സുഖമായി വളർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും എല്ലാവർക്കും മുട്ട വേണം. ഇപ്പോൾ കാട, നാടൻ കോഴി, ഇതിൻ്റെ മുട്ടയ്ക്കൊക്കെ നല്ല ഡിമാൻഡുണ്ട്. ഇതൊക്കെ നന്നായി വളർത്തി ഇതെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ചെറിയ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, കഷ്ടപ്പാടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ സെയിൽ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒമ്പതാമത്തേതായി ഓൺലൈൻ വസ്ത്രവിൽപ്പന. ഓൺലൈൻ വസ്ത്രവിൽപ്പന എന്ന് പറഞ്ഞാൽ സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ജ്വല്ലറി എന്നിവ നമുക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാം വഴി വിൽക്കാൻ പറ്റും. ഓൺലൈൻ വസ്ത്രവിൽപ്പനയ്ക്ക് പ്രധാനമായി വേണ്ടത് കോണ്ടാക്ട്സ് ആണ്. നമുക്ക് നിറയെ കോണ്ടാക്ട്സ് ഉണ്ടാവണം. അതേപോലെ നമ്മൾ വിൽക്കുന്ന തുണികൾക്ക് നിറയെ വെറൈറ്റിയും ഉണ്ടാവണം. പുറത്തുനിന്ന് കിട്ടുന്ന, കടകളിൽ നിന്ന് കിട്ടുന്ന തുണിയേക്കാൾ കുറച്ച് എക്സ്ട്രാ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടായാൽ തീർച്ചയായും നമുക്ക് അത് സെയിൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പത്താമത്തേതായി തയ്യൽ യൂണിറ്റ്, അതായത് ടൈലറിങ്. നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ടൈലറിങ് അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തുടങ്ങാൻ കഴിയും. നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അത് പഠിച്ചതിന് ശേഷമേ തുടങ്ങാൻ പറ്റൂ. നമ്മുടെ അയൽപ്പക്കത്തു നിന്നും പുറത്തു നിന്നും ഗാർമെൻറ്റ് ഷോപ്പുകളിൽ നിന്നും നമ്മൾ ഓർഡർ പിടിച്ച് നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തയ്യൽ അറിയാത്തവർക്ക് അവരുടെ കയ്യിൽ നിന്നൊരു ചെറിയ ഫീസ് വാങ്ങി നമുക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. എന്തു ചെയ്താലും നിങ്ങളുടെ വർക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ല സംരംഭമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. 11ാമത്തേതായി വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടേബിള്, ചെയറ്, പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് നിങ്ങൾ റെൻറ്റിക്ക് കൊടുക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ നിരന്തരമായി നമുക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ തുടങ്ങും. ഇതും പലരും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതും നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. 12ാമത്തെ കാര്യമാണ് ട്യൂഷൻ, അതായത് ഹോം ട്യൂഷൻ. വീട്ടിലിരുന്ന് ഒരു ചെലവും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ട്യൂഷൻ. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ് മുതൽ
+2 വരയ്ക്കും നമുക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും. ഇതിന് കുറച്ച് അറിവും കുറച്ച് പഠിപ്പും ഉണ്ടായാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ മാത്സൊക്കെ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും ട്യൂഷൻ എടുത്താൽ നല്ല വരുമാനം കിട്ടും. ഇതും നിങ്ങൾ ശ്രമിച്ച് നോക്കുക. നിങ്ങളിൽ പലരും ഇതും ചെയ്യുന്നുണ്ടാവും, എന്നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച 12 കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുക. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അതുമൊക്കെ കാര്യമാക്കാതെ ജീവിതത്തിൽ മുന്നേറുക. നന്ദി.